Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അബ്സല്യൂട്ട് സ്റ്റേറ്റും കൺസ്ട്രക്ട് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം ഹീബ്രു വ്യാകരണം മനസ്സിലാക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്, പ്രത്യേകിച്ചും പൊസിഷൻ അല്ലെങ്കിൽ നാമങ്ങൾ തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുമ്പോൾ. The distinction between the absolute and construct states is fundamental to understanding Hebrew grammar, especially when dealing with possession and relationships between nouns. കൺസ്ട്രക്ട് സ്റ്റേറ്റ് പലപ്പോഴും നാമത്തിന്റെ സ്വരാക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നു. The construct state often involves changes to the noun's vowels, or sometimes the addition or removal of letters. നാമം സ്വതന്ത്രമാകുമ്പോൾ അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു. നാമം മറ്റൊരു നാമവുമായി ബന്ധിപ്പിക്കുമ്പോൾ സാധാരണയായി പൊസിഷനോ അടുത്ത ബന്ധം കാണിക്കാനോ കൺസ്ട്രക്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു. The absolute state is used when the noun is independent. The construct state is used when the noun is linked to another noun, usually to show possession or a close relationship. അബ്സല്യൂട്ട് സ്റ്റേറ്റിലുള്ള ഒരു നാമത്തിന് പ്രിഫിക്സുകൾ എടുക്കാം, പ്രീപോസിഷനുകൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പോലെ, എന്നാൽ അതിന് പ്രോനോമിനൽ സഫിക്സുകൾ എടുക്കാൻ കഴിയില്ല, മൈ, your, മുതലായവ. കൺസ്ട്രക്ട് സ്റ്റേറ്റിലെ ഒരു നാമത്തിന് മാത്രമേ പ്രോനോമിനൽ സഫിക്സ് എടുക്കാൻ കഴിയൂ. അബ്സല്യൂട്ട് സ്റ്റേറ്റിലുള്ളവയ്ക്ക് പ്രോനോമിനൽ സഫിക്സ് എടുക്കാൻ കഴിയില്ല. A noun in the absolute state can take prefixes, like prepositions or the definite article, but it cannot take pronominal suffixes like my, your, etc. Only a noun in the construct state can take pronominal suffixes. ഹീബ്രുവിൽ പ്രോനൗൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു വാക്കിന്റെ അവസാനത്തിൽ ചെറിയ കൂട്ടിച്ചേർക്കലുകളാണ് പ്രൊനോമിനൽ സഫിക്സുകൾ. എന്തെങ്കിലും ആരുടേതാണ് അല്ലെങ്കിൽ എന്താണെന്ന് അവ സൂചിപ്പിക്കുന്നു. My, your, his, her, our, their എന്നീ ഇംഗ്ലീഷ് പദങ്ങൾ ഒരു നാമത്തിൽ നേരിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ മൈ ഹോഴ്സ് പോലെയുള്ളവ എന്നതുപോലെ അവയെ സങ്കൽപ്പിക്കുക. In Hebrew, pronominal suffixes are short additions to the end of a word that act like pronouns. They indicate who or what something is. Think of the English words my, your, his, her, our, and their when attached directly to a noun such as my horse. സൂസി, സൂസ്ഖ, സൂസെക്, സൂസോഹ്, സൂസാഹ്, സൂസെനു, സൂസെഹ്കെം, സൂസെഹ്കെൻ, സൂസാം, സൂസാൻ. Once again, let me read. സൂസി, സൂസ്ഖ, സൂസെക്, സൂസോഹ്, സൂസാഹ്, സൂസെനു, സൂസെഹ്കെം, സൂസെഹ്കെൻ, സൂസാം, സൂസാൻ. Thank you for watching. Please like, share, and subscribe to our YouTube channel. Don't forget to comment below. We are using simple techniques to learn Hebrew fast through these videos, so please watch all our videos every day. Have a great time.